ചെറുപ്പത്തിൽ നമ്മൾ ഇതിൻ്റെ ഒന്നും വലിയ ആഴം നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഓരോ വർഷങ്ങൾ കഴിയും തോറുമാണ് പല പല കാര്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കി വന്നത്. ഓരോ വർഷം ഞാൻ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോഴും അടുത്ത തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, അടുത്ത വർഷമാകുമ്പോഴേക്കും കഴുത്തൊക്കെ ഉറക്കുമായിരിക്കും അല്ലേ? അങ്ങനെ 1 വയസ്സിൽ ചോദിച്ചു, 2 വയസ്സിൽ ചോദിച്ചു, 3 വയസ്സിൽ ചോദിച്ചു, 4 വയസ്സിൽ ചോദിച്ചു. 4 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് തുടങ്ങി. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് നാൾ തെറാപ്പി ചെയ്തപ്പോൾ വ്യത്യാസങ്ങൾ വന്നു. ചില കുട്ടികൾക്ക് 15 വയസ്സ് 20 വയസ്സൊക്കെ എത്തിയ കുട്ടികൾക്ക് പോലും ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ കിടപ്പിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ആ ഒരവസ്ഥയൊന്നും നമ്മൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടല്ലേ വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും അവന് ഫസ്റ്റ് വേണ്ടത് അവൻ്റെ കഴുത്തുറക്കുക എന്നുള്ളതായിരുന്നു.